ഭാഗ്യവാനായ ഒരു പിതാവ് ഹ്രസ്വകാലമാണ് ജീവിച്ചിരുന്നെങ്കിലും തൻ്റെ സ്ഥാനം കൊണ്ട് അനശ്വരമായി ഈ മലങ്കര സഭയിൽ ഓർമ്മിക്കപ്പെടത്തക്ക വിധത്തിൽ സ്ഥാനം ലഭിച്ച ഒരു പിതാവാണ്. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഗതിവിഗതികളിൽ അതിൻ്റെ തുടർന്നുള്ള മുന്നോട്ടുള്ള പോക്കിൽ എങ്ങനെയാകണമെന്ന് സഭാപിതാക്കന്മാർ ആശങ്കപ്പെടുമ്പോൾ പത്രോസ്തുതിയൻ പ്രാത്രികീസ് വാഴിച്ച 6 പിതാക്കന്മാർ അതിലേറെ പേരെയും കാലം ചെയ്തു. പിൻഗാമിയായി വട്ടശ്ശേരി തിരുമേനിയെ വാഴിച്ചെങ്കിലും മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം നൽകുന്നതിന് ആദ്യം വിസമ്മതിച്ചു. അതിനുശേഷം ആ സ്ഥാനം നൽകിയെങ്കിലും അബ്ദുള്ള പാത്രികീസ് മലങ്കര മെത്രാപ്പോലീത്തയെ മുടക്കിക്കഴിഞ്ഞ് സഭയുടെ മുന്നോട്ടുള്ള ഗതി വളരെ ആശങ്കാജനകമായ ഒരു കാലഘട്ടമാണ്. വട്ടശ്ശേരി തിരുമേനി 1-2 വർഷം ക്ഷമിച്ചു. ഇതെങ്ങനെങ്കിലും ഒരു മാറ്റമുണ്ടാകുമെന്ന് ആഗ്രഹിച്ചു. ശീമയിൽ പോയി സമാധാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ഏതാണ്ട് 36 പ്രാവശ്യം പാത്രികീസുമായി സംഭാഷണം നടത്തി. അവിടെയൊക്കെ ഈ ഉടമ്പടി കൊടുക്കണമെന്നുള്ള ഉടക്കിന്മേൽ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം അടിയറവെക്കുകയില്ല എന്ന് ഉറച്ചു നിന്ന് അദ്ദേഹം ഭഗ്നാശനായി തിരികെ വന്ന് നിരാശനായിരിക്കുമ്പോഴാണ് എപ്പിസ്കോപ്പൽ സാന്നിധ്യങ്ങൾ അവിടെയായി അസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഭയുടെ ഉയർച്ചയ്ക്കും മേൽഗതിക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥാപനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും അതിന് ഒരു സാധ്യത പരിശുദ്ധനായ ഔഗേൻ റംബാനായിരിക്കുമ്പോൾ അബ്ദേദ് മെസ്സിഹ പാത്രികീസിൻ്റെ സ്ഥാനത്തെക്കുറിച്ചും നിലപാടിനെക്കുറിച്ചും അറിയിക്കുകയും ചെയ്തു. അത് വളരെ പ്രഖ്യാപനത്തോടുകൂടി പരസ്യമായിട്ട് ചെയ്യാവുന്ന ഒന്നല്ല. ഇവിടെ ഒരു കാതോലിക്കായെ വാഴിക്കുന്നുവെന്ന് പരസ്യമായി പറഞ്ഞാൽ അന്ന് അബ്ദേദ് മെസ്സിഹ പാത്രികീസിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവും. പ്രത്യേകിച്ച് വിദേശീയരാരും ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിൽ അത്ര ഉത്സുകരല്ലായിരുന്നു. ഇവിടെ എപ്പിസ്കോപ്പൽ സ്ഥാനം വട്ടശ്ശേരി തിരുമേനിയും മുറിമറ്റത്തിൽ ഇവാനിയോസ് തിരുമേനിയും മാത്രമായി അതിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ ഇനിയും വളരെ പ്രയാസങ്ങൾ നേരിടുന്ന അവസരത്തിലാണ് അബ്ദേദ് മെസ്സിഹ പാത്രികീസിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം വന്ന അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ പരുമല സെമിനാരിയുടെ മാനേജരായിരുന്ന കല്ലാശ്ശേരിയിൽ പുന്നൂസ് റംബാനെ ഗ്രിഗോറിയോസ് എന്ന പേരിൽ വാഴിച്ചു. 3 പേരുടെ സ്ഥാനം ഉറപ്പാക്കി. മുറിമറ്റത്തിൽ ഈ സ്ഥാനം സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചില്ല. വളരെയേറെ നിർബന്ധിച്ച് അദ്ദേഹം കോട്ടയം വരെ വന്ന് വീണ്ടും തിരികെ പോയി. അന്ന് മാപ്പിള പോയി വീണ്ടും അദ്ദേഹത്തെ നിരണത്ത് കൊണ്ടുവന്നു. അത് വളരെ ഗോപ്യമായും അതേ അവസരത്തിൽ സഭയുടെ ഭാവിക്ക് അടിസ്ഥാനപരമായ ഒരു സ്ഥാപനം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം പരുമലയിൽ നിന്ന് അബ്ദേദ് മെസ്സിഹ പാത്രികീസും 2 റംബാന്മാരെ നിരണംപള്ളിയിൽ കൊണ്ടുവന്നു. മുറിമറ്റത്തിൽ ബാവായും പുതുതായി വാഴിക്കപ്പെട്ട കല്ലാശ്ശേരിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തായും ചേർന്ന് വാർദ്ധക്യത്തിലായിരുന്ന മുറിമറ്റത്തിൽ ബാവായെ 1ാമത്തെ കാതോലിക്കയായി വാഴിച്ചു. അത് വലിയൊരു ബുദ്ധിപരമായ ഒരു നീക്കമാണ്. ഇന്ന് അതിൻ്റെ കാർബൺ കോപ്പികൾ പലതും നമുക്ക് സുലഭമാണെങ്കിൽ അന്ന് ഈ സഭയുടെ ഭാവിക്ക് ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കളമൊരുക്കുകയും ചെയ്ത വട്ടശ്ശേരി തിരുമേനിയുടെ ആഗ്രഹത്തോട് ചേർന്ന് നിന്ന ഒരു പിതാവാണ് കരോട്ടി വീട്ടിൽ യുവാക്കിം മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്ത. കാതോലിക്ക വാഴ്ചയുടെ പിറ്റേ ദിവസം തന്നെ ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ വെച്ച് ഒള്ളിക്കാട്ട് ഡേറായിൽ കബറടങ്ങിയിരിക്കുന്ന കാരുചിറ ഗീവർഗീസ് റംബാനെ പീലക്സിനോസ് എന്ന പേരിലും യുവാക്കിം റംബാനെ യുവാക്കിം മാർ കുർലോസ് ഇവാനിയോസ് എന്ന പേരിലും വാഴിക്കുകയുണ്ടായി. അങ്ങനെ സഭയുടെ എപ്പിസ്കോപ്പൽ സാന്നിധ്യം ഉറപ്പിക്കുകയും കാതോലിക്ക സ്ഥാപനം ഇവിടെ ഉറപ്പിക്കുകയും ചെയ്യുവാൻ സാധിച്ചു. അധികം താമസിക്കാതെ 6 മാസത്തിന് ശേഷം 1ാം കാതോലിക്ക കാലം ചെയ്തു.
പിന്നെയും വളരെ കാലം ദീർഘനാൾ കഴിഞ്ഞതിനാണ് രണ്ടാം കാതോലിക്കായി വാഴിച്ചത്. അദ്ദേഹവും ഹ്രസ്വകാലമേ ജീവിച്ചുള്ളൂ. അതിനുശേഷമാണ് ഗീവർഗീസ് ദിദിയൻ ബാവ കാതോലിക്ക സ്ഥാനത്തേക്ക് വരികയും ഏതാണ്ട് 30 വർഷക്കാലം ഈ മലങ്കര സഭയെ ഭരിക്കുകയും കാതോലിക്ക സ്ഥാപനത്തിൻ്റെ മഹത്വവും തേജസ്സും എന്താണെന്ന് ലോകത്തെ അറിയിക്കുവാൻ സാധിച്ചു. ഇന്ന് ആ സ്ഥാനം നമ്മൾ പലപ്പോഴും വളരെ ലാഘവത്തോടെ ചിന്തിക്കുമ്പോൾ ഒരു കാതോലിക്ക സ്ഥാപനം ഇവിടെ ഉണ്ടാകണം. അബ്ദേൽ മശിഹ പാത്രിക്കീസ് ആദ്യം എഴുതിയ കൽപ്പനയിൽ ഇവിടുത്തെ സുന്നഹദോസിന് അടുത്ത കാതോലിക്കയെ വാഴിക്കുവാനുള്ള സാധ്യതകൾ ഇല്ലാത്ത കൽപ്പനയായിരുന്നു. എന്നാൽ അതിൽ അധികം താമസിക്കാതെ തന്നെ ഇവിടുത്തെ സുന്നഹദോസിന് തുടർന്നുള്ള വളർച്ചയ്ക്ക് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരത്തോടുകൂടി ആ കാതോലിക്ക സ്ഥാപനത്തെ ഉറപ്പിക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ അണിയറയിൽ നിന്ന് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് യുവാക്കീം മാർ യുവാനോസ് തിരുമേനി. മലങ്കര സഭയുടെ സഭാഭാസുരൻ അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പനയിൽ പറയുന്നത് പോലെ മലങ്കര സഭയുടെ ഉയർച്ചയ്ക്കും മേൽഗതിക്കും ഒഴിച്ചുകൂടാനാവാത്തതെന്ന് നിങ്ങളിൽ പലരോടുകൂടി ബലഹീനായ നാമും വിശ്വസിക്കുകയും അനവധി പ്രയാസങ്ങളിലൂടെ സംരക്ഷിച്ചു പോകുന്ന കാതോലിക്ക സ്ഥാപനത്തെ പരിരക്ഷിച്ചു പോകേണ്ട ചുമതല നിങ്ങളെയാണ് ഭരമേൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാണ് ഒട്ടശ്ശേരി തിരുമേനി ഈ ലോകം വിട്ട് കടന്നുപോയത്. ആ ആശയഗതിയോട് ചേർന്ന് നിന്നതുകൊണ്ട് വടക്ക് അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഏറിയ പങ്കും ഈ തെക്ക് പരിമല സെമിനാരിയിലാണ് ചെലവഴിച്ചത്. എന്നാൽ ആ ആശയം ഇന്ന് വളർന്ന് പന്തലിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി വളർന്നു വരുമ്പോൾ അതിൻ്റെ അണിയറ ശില്പികളായിരുന്നവർക്കൊക്കെ അഭിമാനിക്കുവാൻ വകയുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് ജനന സമയത്ത് അനേകം കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വെളിയിൽ കിടന്ന ആട്ടിടയന്മാരാണ് ആ വാർത്ത കേട്ടത്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അനേകം ആളുകൾ തിക്കിത്തിരക്കിപ്പോയെങ്കിലും ഒരു രക്തവാർച്ചക്കാരി വന്ന് കൈകൊണ്ട് തൊട്ട് വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. കർത്താവിൻ്റെ ക്രൂശാരോഹണ സമയത്ത് അനേകം ആളുകൾ അവിടെ തടിച്ചുകൂടിയെങ്കിലും വയലിൽ നിന്ന് ക്ഷീണിച്ചു വന്ന കുറേനക്കാരനായ ശീമോൻ്റെ തോളിലാണ് കുരിശു വെച്ചത്. കർത്താവിൻ്റെ ഇടതും വലതും 2 നല്ല കള്ളന്മാരെ ക്രൂശിക്കപ്പെട്ടെങ്കിലും ഒരു കള്ളൻ നല്ല പ്രാർത്ഥന പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ഒക്കെ ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ ഒരു ചെറിയ നിമിഷങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ കൊണ്ട് അനശ്വരരായി തീരുന്നത് പോലെ യുവാക്കീം മാർ യുവാനോസ് തിരുമേനി മലങ്കര സഭയുടെ മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഖബറിൻ്റെ സമീപെ ഈ വലിയ ജനതയ്ക്കൊക്കെയും ആദരവുകൾ ഏറ്റുവാങ്ങി ഇന്നും സ്മരണയിലിരിക്കത്തക്കവണ്ണം അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരു വലിയ മഹത്വമാണ്. ഈ കാതോലിക്ക സ്ഥാപനം ഉള്ളിടത്തോളം കാലം ഒട്ടശ്ശേരി തിരുമേനി സ്ഥാനം പ്രാപിക്കുവാൻ വിദേശത്ത് പോയപ്പോൾ അതിൻ്റെ ചുമതല മൊത്തം നിർവഹിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നത് ഈ യുവാക്കീം മാർ യുവാനിയോസ് മെത്രാപ്പോലീത്തയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇന്നറിവുള്ള എല്ലാ രേഖകളും ശേഖരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സക്രിയ പെരുമ്പടവ് വളരെ മനോഹരമായ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. സക്രിയ പെരുമ്പടവത്തെക്കുറിച്ച് ഒരു വാക്ക് പറയേണ്ടിയിരിക്കുന്നു. ഔഗേൻ ബാവായെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റു പല ചരിത്രരേഖകൾ ശേഖരിക്കുന്നതിനും അത് സമന്വയിപ്പിക്കുന്നതിനും ഭാവി തലമുറയ്ക്ക് ഉപയുക്തമാക്കത്തക്ക വിധത്തിൽ ചിത്രസഹിതം അതിൻ്റെ ലിസ്റ്റ് സഹിതം അതിമനോഹരമായി ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആ ഗ്രന്ഥം രചിച്ചു എന്നുള്ളത് മലങ്കര സഭയുടെ നാമത്തിൽ സക്രിയ പെരുമ്പടവത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു.